أعوذ بالله من الشيطان الرجيم والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുകളിലൂടെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വളരെ വിനീതരായിരിക്കുമെന്നും പെരുമാറ്റത്തിൽ വളരെ കൃത്യമായി തന്നെ നല്ല സ്വഭാവം കാഴ്ചവെക്കുന്നവരായിരിക്കുമെന്നും അവരുടെ രാവുകൾ കൃത്യമായി തന്നെ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടവർ കഴിച്ചുകൂട്ടുമെന്നും അതുപോലെ തന്നെ ചെലവഴിക്കുമ്പോൾ വളരെ ആ മേഖലയിലും എപ്രകാരമാണോ സൂക്ഷ്മത പുലർത്തേണ്ടത് ആ സൂക്ഷ്മത പുലർത്തുമെന്നും റബ്ബല്ലാത്ത ആരോടും അല്ലാഹുവല്ലാത്ത ആരോടും അവർ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്, അവരുടെ തൗഹീദ് വളരെ ശുദ്ധമാണ്, മനുഷ്യവധത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും, വ്യഭിചാരികളാവുകയില്ല, വ്യഭിചരിക്കുകയില്ല തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നുകൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുള്ള മറ്റു ചില സ്വഭാവ സവിശേഷതകളിലേക്കാണ് ഇന്നത്തെ ആയത്തുകളിലൂടെ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും പകർത്തുവാനുമുള്ളത്. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. വല്ലദീന അവർ എങ്ങനെയുള്ളവരുമാണ്? ആ ഇബാദുർ റഹ്മാൻ, അടുത്ത അവരുടെ ഗുണമെന്താണ്? ലാ യശ്ഹദൂന അസ്സൂറ, ലാ യശ്ഹദൂന അവർ ഹാജരാവുകയില്ല, അല്ലെങ്കിൽ അവർ സാക്ഷ്യം വഹിക്കുകയില്ല. അസ്സൂറ, സൂർ എന്ന് പറഞ്ഞാൽ കൃത്രിമപരമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, തെറ്റായ എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ സൂർ എന്ന് പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്നു. നമുക്ക് വിശദീകരിക്കുവാനുണ്ട് എന്തൊക്കെ അതിൽ ഉൾപ്പെടും എന്നുള്ളത്. അപ്പോ വല്ലദീന അവർ ലാ യശ്ഹദൂന അസ്സൂറ, അവർ സാക്ഷിയാകൂല, അതല്ലെങ്കിൽ അവർ ഹാജരാകൂല, അതുപോലെ തന്നെ അവർ സാക്ഷി നിൽക്കുകയുമില്ല. അസ്സൂറ, അനാവശ്യങ്ങൾക്ക്, തോന്നിവാസങ്ങൾക്ക്, ആ രൂപത്തിലുള്ള എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങളുണ്ടോ അവിടെയൊന്നും അവർ ഹാജരാവില്ല, അത്തരം കാര്യങ്ങൾക്കു വേണ്ടിയൊന്നും അവർ സാക്ഷ്യം വഹിക്കുകയുമില്ല. വഇദാ മർറൂ, ഇനി അവരങ്ങോട്ട് ചെല്ലുകയില്ല, അത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങളിലേക്ക് അവർ പോവുകയില്ല, ഹാജരാവുകയില്ല എന്നു മാത്രമല്ല, വഇദാ മർറൂ ബില്ലഗ്വി, വല്ല അനാവശ്യങ്ങളുടെ അടുത്തുകൂടെയും അവർ നടന്നു പോകുന്നതായാൽ, വഇദാ മർറൂ, മർറ എന്ന് പറഞ്ഞാൽ നടന്നു, മർറ മർറാ മർറൂ, കുറേ ആളുകൾ നടന്നുപോയി എന്നുള്ളതിനാണ് മർറൂ എന്ന് പറയുക. അപ്പോ അവർ നടന്നു പോകുന്നതായാൽ ബില്ലഗ്വി, ലഗ്വിനരികിലൂടെ, അതെന്തൊക്കെയാന്ന് നമുക്ക് ഇനിയും വിശദീകരിക്കാനുണ്ട്. അനാവശ്യമായ, ഒരു ഫായിദയുമില്ലാത്ത അനാവശ്യമായ ഒരു കാര്യങ്ങൾക്ക് സമീപത്തുകൂടെ അവർ യാദൃച്ഛികമായി ഇനി നടന്നു പോകേണ്ടി വന്നാൽ തന്നെയും മർറൂ കിറാമ, അവരെങ്ങനെ എപ്രകാരമാണ് നടക്കുക, അതിലൂടെ കടന്നു പോവുക? മർറൂ കിറാമ, അവർ മാന്യന്മാരായിക്കൊണ്ട് അവർ അത്തരം വേദികളുടെ സമീപത്തുകൂടെ കടന്നുപോകും.
അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാര്യങ്ങളിലെല്ലാം വളരെയേറെ ശ്രദ്ധയുള്ള ആളുകളായിരിക്കും എന്നർത്ഥം. ഇനി നമുക്ക് എന്താണ് ആ പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിരുത്തി അറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ചില പരമാർത്ഥങ്ങളിലേക്കാണ് റബ്ബ് ഇവിടെ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അതായത് എന്താണ് ഈ സൂർ? അവർ ലാ യഷ്ഹദൂന സൂറ. ഷഹിദ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷഹിദ പ്രയോഗിക്കും. രണ്ട് അർത്ഥങ്ങൾ അവിടെ ഉദ്ദേശിക്കപ്പെടാവുന്നതാണ്. ഒന്ന്, ഷഹിദ എന്ന് പറഞ്ഞാൽ ഹാജറായി, അവിടെ ഉണ്ടായി, ഹാജറായി എന്നുള്ളതിന് ഷഹിദ എന്ന് പറയും. ഉദാഹരണമായി പരിശുദ്ധ ഖുർആനിൽ റമദാൻ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. അവിടെ റമദാൻ മാസത്തിൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, ആ മാസത്തിൽ നിങ്ങൾ ഹാജരായാൽ, അവിടെ ആരാണോ അവിടെ ഉണ്ടായതെങ്കിൽ, ആ മാസത്തിൽ ഉള്ളവരെങ്കിൽ അവർ നോമ്പ് നോൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് അവിടെ ഷഹിദ. ഇനി ഷഹിദ എന്നുള്ളതിന് തന്നെ സാക്ഷി പറഞ്ഞു, സാക്ഷി നിന്നു എന്നതിനു വേണ്ടിയും ഉപയോഗിക്കാം. സൂറത്ത് യൂസുഫിൽ ഫശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സാക്ഷി നിന്നു. അപ്പൊ നമ്മൾ ഷാഹിദ്, സാക്ഷി നിൽക്കുക, ആ അർത്ഥത്തിലും അത് പ്രയോഗിക്കും. രണ്ടർത്ഥമാകുമ്പോഴും ഓരോ അവയുടേതായ വ്യാഖ്യാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ റഹ്മാനായ അള്ളാഹുവിൻ്റെ കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്ന ദാസന്മാർ അവർ സൂറിൽ പങ്കെടുക്കുകയില്ല. സൂർ എന്നാണ് അള്ളാഹു പറയുന്നത്. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ, മുഫസ്സിരീങ്ങൾ ധാരാളം അഭിപ്രായങ്ങൾ എന്താണ് ആ സൂർ എന്നുള്ളത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ അവിടുന്ന് പറയുകയാണ്, അവയെപ്പറ്റി പറയപ്പെട്ട അഭിപ്രായങ്ങൾ പറയുകയാണ്. ഹുവ ശിർക്കു വ ഇബാദത്തുൽ അസ്നാം. അതിൽ മുഖ്യമായി ഒന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? ഷിർക്കാണ്. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനം. വ ഇബാദത്തുൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുക. അത്തരത്തിലുള്ള സദസ്സുകളിൽ, വേദികളിൽ, അത്തരത്തിലുള്ള പ്രവർത്തികളിൽ അവരൊരിക്കലും സാക്ഷിയാവുകയില്ല, അവിടെ അവരുണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ നടക്കുന്നിടത്ത് അവർ ഹാജരാവുകയില്ല, അവരവിടെ പങ്കെടുക്കുകയില്ല. ലാ യഷ്ഹദൂന സ്സൂറ. അതുപോലെ തന്നെ അൽ കദിബ്, കളവ് പറയുക, കളവ് പറയുന്ന ഇടത്ത്. വൽ ഫിസ്ഖ്, മറ്റുള്ള എല്ലാ തോന്നിവാസങ്ങളും അധർമ്മങ്ങളും. വൽ ലഗ്വ്, അനാവശ്യങ്ങൾ. വൽ ബാത്തിൽ, ബാത്തിലായ നിഷ്പ്രയോജനകരമായ നിഷ്ഫലമായ കാര്യങ്ങൾ. വഖാല മുഹമ്മദ് ബിനുൽ ഹനഫിയ, മുഹമ്മദ് ബിനുൽ ഹനഫിയ അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം ഹുവൽ ലഹ്വു വൽ ഗിനാ, അത് മ്യൂസിക്കും അതുപോലെ തന്നെ ആ നിലക്കുള്ള വിനോദങ്ങളുമൊക്കെയാണ്. അതിൽ അവർ പങ്കെടുക്കുകയില്ല. ഇമാം മുജാഹിദ് റഹിമഹുല്ലയിൽ നിന്നും തത്തുല്യമായ തഫ്സീർ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വഖാല അബുൽ ആലിയ, അബുൽ ആലിയ അതുപോലെ തന്നെ ഇമാം താവൂസ്, മുഹമ്മദ് ബിൻ സീരീൻ, ലഹാക്ക്, റബീഉ ബിൻ അനസ്, അവരിൽ നിന്നൊക്കെ വന്ന റിപ്പോർട്ടുകളിൽ കാണാം അവരൊക്കെ അഭിപ്രായപ്പെട്ടത് റഹിമഹുമുല്ലാഹ്, അവരൊക്കെ അഭിപ്രായപ്പെട്ടത് ഹിയ അഅയാദുൽ മുശ്രിക്കീൻ, അത് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന അല്ലെങ്കിൽ റബ്ബല്ലാത്തവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുദൈവാരാധനാപരമായ കാര്യങ്ങൾ, ശിർക്കൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്സവങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും അവർ പങ്കെടുക്കുകയില്ല. അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ല പറയുന്നത് ഹിയ മജാലിസു സൂഇ വൽ ഖന, ഏതെല്ലാം തിന്മകൾക്ക് വേണ്ടി
ഒരുക്കപ്പെടുന്ന വേദികളുണ്ടോ അത്തരത്തിലുള്ള മുഴുവൻ മജ്‌ലിസുകളും, വൽ ഖന, അശ്ലീലമായ കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യപ്പെടുന്ന വേദികൾ, വിശ്വാസികൾ അവിടെ പങ്കെടുക്കുകയില്ല. ഇമാം മാലിക് റഹിമഹുല്ലാ സുഹ്രിയിൽ നിന്നും ഉദ്ധരിക്കുന്നു, മദ്യപാനത്തിന്റെ സദസ്സ് ലാ യഹ്ദുറൂനഹു വലാ യർഗബൂന ഫീഹി, മദ്യം വിളമ്പുകയോ കുടിക്കുകയോ ചെയ്യുന്ന സദസ്സുകളിൽ അവർ ഹാജരാവുകയില്ല. ഏതുപോലെ കമാ ജാഅ ഫിൽ ഹദീസ്, ഹദീസിൽ നമ്മൾ പഠിച്ചവരാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലുമൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്, അലാ മാഇദത്തിൻ, ഒരു തീന്മേശയിൽ. എങ്ങനെയുള്ള തീന്മേശയിൽ ഇരിക്കരുത്? യുദാറു അലൈഹൽ ഖംർ, അവിടെ മദ്യം പകർന്നു കൊടുക്കപ്പെടുന്നു. മദ്യം വിളമ്പപ്പെടുന്ന വേദികളിലും സദസ്സുകളിലും വിശ്വാസികൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടവിടെ പോയി ഇരിക്കരുത്. നിർബന്ധിതമായ സാഹചര്യങ്ങൾ അത് നിയമം മാറും. നിർബന്ധിതമല്ലാത്ത അവസരങ്ങളിൽ അത് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി ഇരിക്കാൻ പാടില്ല. ഇനി ഇമാം ഖുർത്തുബി റഹിമഹുള്ളയുടെ തഫ്സീർ നോക്കിയാൽ അദ്ദേഹം പറയുന്നു, ലാ യഹ്ദുറൂനൽ കദിബ വൽ ബാത്തിൽ വലാ യുശാഹിദൂനഹു, തിന്മയുടെയും അതുപോലെ തന്നെ കളവിൻ്റെയും വേദികളിൽ അവർ അവരെ കാണുകയില്ല, അവരവിടെ പങ്കെടുക്കുകയില്ല. സൂർ എന്ന് പറഞ്ഞാൽ എല്ലാ മോശത്തരങ്ങളും സൂറിൽപ്പെടും. വഅഅ്ളമുഹു അശ്ശിർക്ക് വതഅളീമുൽ അന്ദാദ്, അതിലേറ്റവും ഗൗരവതരമായതാണ് ശിർക്കും അതുപോലെ തന്നെ റബ്ബല്ലാത്തവരെ ആ നിലക്കുള്ള ആരാധനാ മനോഭാവത്തോടുകൂടി, അതല്ലെങ്കിൽ ആരാധ്യരായി കാണുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ റഹ്മാനായ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ടുന്ന ആരാധനകൾ സമർപ്പിക്കുന്ന അത്തരത്തിലുള്ള പങ്കുകാരെ ബഹുമാനിക്കപ്പെടുന്ന വേദികൾ. മാത്രമല്ല മ്യൂസിക്കാണ്, സംഗീതമാണ്, പാട്ടുകൾ എന്ന് പറഞ്ഞല്ലോ. പാട്ടുകൾ, മ്യൂസിക്കുകളില്ലാത്ത നല്ല ആശയങ്ങളുള്ള പാട്ടുകൾ നമുക്ക് സംഗീതോപകരണങ്ങളുടെ മേമ്പൊടിയില്ലാതെ നമുക്ക് കേൾക്കാം. അനുവദിക്കപ്പെട്ട കാര്യമാണത്. നല്ല നല്ല ആശയങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഗാനങ്ങൾ, പാട്ടുകൾ, അവയ്ക്ക് ഈ സംഗീതത്തിൻ്റെ മേമ്പൊടിയില്ലാത്ത നിലക്ക് അത് പാടുന്നതോ കേൾക്കുന്നതോ തെറ്റല്ല, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അദ്ദേഹം പറയുകയാണ്, ഹറാമിലേക്ക് എത്തുന്ന, അത് കേൾക്കൽ ഹറാമായി മാറുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ഏതുപോലെ വദാലിക കൽഅശ്ആരി അല്ലതി തൂസഫു ഫീഹാ അസ്സുവർ അൽമുസ്തഹ്സനാത്ത്, തരുണീമണികളായ സുന്ദരികളായ സ്ത്രീകളെ അവരുടെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട്, അവരുടെ അവയവ സൗകുമാര്യവും സൗന്ദര്യവുമൊക്കെ വർണ്ണിച്ചുകൊണ്ട് പാടപ്പെടുന്ന കവിതകൾ, പാട്ടുകൾ, മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പാട്ടുകൾ മനുഷ്യ മനസ്സുകളെ യഥാർത്ഥമായ ചിന്തയിൽ നിന്ന് അവനെ ചിന്തയെ മറ്റുള്ള മേഖലയിലേക്ക്, തിന്മയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന, അവനിൽ ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ വികാരങ്ങളെ തൊട്ടുണർത്തി തിന്മയിലേക്ക് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്ന, മാനസികമായി അവനിൽ പൈശാചികതയുടെ ചിന്തകൾക്ക് പ്രത്യേകമായ നിലക്കുള്ള ഊർജവും ഉന്മേഷവും പകരുന്ന അത്തരത്തിലുള്ള ഗാനങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാസിയമായി ദഖ്തറന ബിദാലിക, അതോടൊപ്പം സംഗീതോപകരണങ്ങളും വീണയും ദപ്പും അതുപോലെ തന്നെ പുല്ലാങ്കുഴലും ഒക്കെ ചേരുക കൂടി ചെയ്താലോ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കപ്പെടുന്നത് പോലെ അതൊക്കെ ചേർന്നാ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒരു വേദികളിലും ഒരു വിശ്വാസിയെ കാണാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞു? കളവ് പറയുന്ന സദസ്സുകൾ, ഗീബത്ത് പറയുന്ന സദസ്സുകൾ, നമീമത്ത് പറയുന്ന സദസ്സുകൾ, തിന്മകൾ പറയുന്ന സദസ്സുകൾ, റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന അത്തരത്തിലുള്ള സംസാരങ്ങളുള്ള സദസ്സുകൾ, ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന നൃത്യങ്ങളുള്ള, അതുപോലെയുള്ള മോശപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ഡാൻസും സംഗീതവും ഗാനമേളയും
മറ്റുള്ളതെല്ലാം ആ രൂപത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയിലൊന്നും ഒരു വിശ്വാസി ഹാജരാവുകയില്ല, മനഃപൂർവ്വം അവിടെ പോയി പങ്കെടുക്കൂല. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ, ഇപ്പറയുന്ന ഒരിടത്തും ഈ പറയുന്ന രൂപത്തിലുള്ള ഒരൊറ്റ ഹറാമിന്റെ വേദികളിലും ഒരൊറ്റ ബാത്തിലിന്റെ സദസ്സുകളിലും ഒരു ബാത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും ഒരു വിശ്വാസിയുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. വല്ലദീന ലാ യശ്ഹദൂന ഐ ലാ യഹ്ളുറൂന, ലാ യഹ്ളുറൂന, അവരവിടെ പങ്കെടുക്കൂല, അവരവിടെ പങ്കെടുക്കൂല. ശിർക്കൻ സദസ്സുകളിൽ, തോന്നിവാസത്തിന്റെ സദസ്സുകളിൽ, കളവ് പറയുന്ന സദസ്സുകളിൽ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന വേദികളിൽ, ഈ രൂപത്തിലൊക്കെയുള്ള ഏതെല്ലാം ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സംഗതികളുണ്ടോ, ഔറത്ത് പ്രദർശിപ്പിക്കപ്പെടുന്ന വേദികൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡാൻസുകാരികൾ, നൃത്തനൃത്യങ്ങൾ, ഏതെല്ലാം വിധത്തിൽ നമ്മളൊന്ന് അതൊന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം ലോകം ഇന്ന് അതിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെന്ന് അവരവരുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവ കാണുകയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, സഹോദരങ്ങളെ, ഇബാദുർ റഹ്മാനിന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അത്യുന്നതമായ സ്വർഗം അതാശിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അത് കിട്ടണമെങ്കിൽ റബ്ബിന്റെ അടുക്കൽ അത്യുന്നതമായ മണിമാളികകൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ഇതാ അള്ളാഹു പറഞ്ഞ ഈ ഗുണങ്ങളുടെ വക്താക്കളായിരിക്കണം നമ്മൾ. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ, അവർ ഒരു തോന്നിവാസത്തിന്റെ സദസ്സുകളിലും പോയി പങ്കെടുക്കുകയില്ല, ഒരു തോന്നിവാസത്തിന്റെ വേദികളിലും അവർ പങ്കെടുക്കൂല. സിനിമാ ഹാളിലോ സിനിമ കാണുന്ന വേദികളിലോ ആ രൂപത്തിലുള്ള സീരിയലുകൾ, കണ്ണീർ സീരിയലുകൾക്ക് മുമ്പിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നു നമ്മുടെ സഹോദരീ സഹോദരന്മാർ. അതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പല വിധത്തിലുള്ള കോമഡികളും കുടുകുട ചിരിപ്പിക്കുവാനുള്ള പരിപാടികളും, മനുഷ്യന്മാരെ പറ്റിക്കുന്ന പ്രാങ്ക് എന്ന ഓമന പേരിട്ടുകൊണ്ട് നടത്തുന്ന പരിപാടികളും, മനുഷ്യരെ പരിഹസിക്കുന്ന ട്രോൾ എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള ട്രോളുകളുടേതായ സംഭവങ്ങളും, മണിക്കൂറുകളോളമാണ് മനുഷ്യർ അവയുടെയൊക്കെ പേരിൽ സമയം കളഞ്ഞുകൊണ്ട് അതിനൊക്കെ സാക്ഷിയായി ഇരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു തആലയുടെ വചനം യഥാർത്ഥ വിശ്വാസികൾ വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അവരിത്തരത്തിലുള്ള ബാത്തിലുകൾക്ക്, മോശപ്പെട്ട കാര്യങ്ങൾക്ക്, മോശപ്പെട്ട വാക്കുകൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് സൂർ എന്ന് പറയുന്ന പദം. അവിടെ അവർ ഹാജരാകൂല, അവിടെ അവർ പങ്കെടുക്കുകയില്ല. ഇനി അതുമാത്രമല്ല, ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി അവർ ഒരിക്കലും സാക്ഷി നിൽക്കുകയുമില്ല, സാക്ഷി പറയുകയുമില്ല. അതും അതുകൊണ്ടുള്ള ഉദ്ദേശമാണ്. അങ്ങനെയും അതിന് വ്യാഖ്യാനമുണ്ട്. വല്ലദീന, അവർ ലാ യശ്ഹദൂന, അവര് സാക്ഷ്യം വഹിക്കൂല, അതല്ലെങ്കിൽ അവര് സാക്ഷി നിൽക്കൂല. അസ്സൂറ, കളവായ കാര്യത്തിന്, തെറ്റായ കാര്യത്തിന് അവർ സാക്ഷി പറയൂല. കോടതിയിൽ പോയിട്ടോ മധ്യസ്ഥന്മാരുടെ മുമ്പിലോ ന്യായാധിപന്മാരുടെ മുമ്പിലോ ആരുടെ മുമ്പിലും അവർ തോന്നിവാസത്തിന് കളവ് പറഞ്ഞിട്ട് കള്ളസാക്ഷിയായിട്ടൊരിക്കലും അവർ മുന്നിൽ വരൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഇസ്ലാമിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിൻ്റെ ഗൗരവം ഷഹാദത്തുസ്സൂർ, കള്ളസാക്ഷി പറയുക. അയാൾ കണ്ടിട്ടില്ലാത്തത് അയാൾ കണ്ടു എന്ന് പറയാണ്, അയാൾ അനുഭവിച്ചിട്ടില്ലാത്തത് അനുഭവിച്ചു എന്ന് പറയാണ്. മറ്റു പലർക്കും വേണ്ടിയിട്ടവൻ നുണ പറയുകയാണ്. മറ്റു പലരെയും രക്ഷപ്പെടുത്തുവാനും മറ്റു പലർക്കും ശിക്ഷയില്ലെന്ന് അവർക്ക് മോചനം ലഭിക്കുവാനും ഒക്കെ വേണ്ടി അവൻ കാണാത്തത് കണ്ടു എന്ന് പറയുകയാണ്, ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെ കളവ് പറഞ്ഞ് കള്ളസാക്ഷിയായിട്ട് രംഗത്ത് വരുന്ന പണി ഒരു യഥാർത്ഥ വിശ്വാസിക്കുണ്ടാവുകയില്ല. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അവരറിഞ്ഞുകൊണ്ട് അങ്ങനെ കള്ളം പറഞ്ഞ് കള്ളസാക്ഷിയാകൂല. ആ വ്യാഖ്യാനവും അതിനുണ്ട്, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതുപോലെ നമുക്ക് ഹദീസുകളിൽ കാണാമല്ലോ, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ്, അൻ അബീ ബക്കറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ,
അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അലാ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബി അക്ബരിൽ കബായിരി, വൻ പാപങ്ങളിൽ വൻ പാപങ്ങൾ, വമ്പിച്ച മഹാപാപങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിരി, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിരി. 3 തവണ അള്ളാന്റെ റസൂൽ അതാണ് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കണം. അപ്പൊ സഹാബത്ത് പറയുകയാണ്, ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അതേ അങ്ങൊന്ന് പറഞ്ഞു തന്നാലും. ഖാല, അവിടുന്ന് എണ്ണുകയാണ്, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണത്, വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. അത്രയും പറഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയാണ്, വകാന മുത്തഖിഅൻ, അവിടുന്ന് പറയുമ്പോൾ അങ്ങനെ ചാരിയിരിക്കുകയായിരുന്നു, ഇത് പറയുമ്പോൾ ചാരിയിരിക്കുകയായിരുന്നു. അശ്ശിർക്കു ബില്ലാഹി വഉഖൂഖുൽ വാലിദൈൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ചാരിയിരിക്കുകയായിരുന്നു. ഫജലസ, പെട്ടെന്ന് ശരിക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് ഫഖാല, അവിടുന്ന് പറയാണ്, അലാ വഖൗലുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ, അതാ 3ാമതായിട്ട് എണ്ണുകയാണ് കള്ളസാക്ഷ്യം. കളവ് പറഞ്ഞ് സാക്ഷി നിൽക്കുക, കള്ളസാക്ഷിയായി രംഗത്ത് വരിക, ഇതാണ് 3ാമത് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകങ്ങളെ സംബന്ധിച്ച് സഹാബി പറയാണ്, ഫമാ സാല യുകർരിറുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതന്നങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അലാ വശഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ, കള്ളസാക്ഷി പറയാ, കള്ളസാക്ഷി പറയാ എന്നിങ്ങനെ ആവർത്തിക്കുകയാണ്. ഹത്താ ഖുൽനാ, എത്രത്തോളം ഞങ്ങൾ പറഞ്ഞുപോയി മനസ്സിൽ, ലൈതഹു സക്കത്ത, അല്ലാഹുവിൻ്റെ റസൂലൊന്നും മിണ്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം അത്ര ഗൗരവത്തിൽ നബിതങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ സഹാബത്തിന് പേടിയായി, ഞങ്ങൾക്ക് പേടിയായി തുടങ്ങി. കാരണം അത്ര വളരെ ഗൗരവത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ആവർത്തിച്ച് പറയാണ് ഈ പാപങ്ങളെ സംബന്ധിച്ച്. ശിർക്ക്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക, അതുപോലെ തന്നെ കള്ളസാക്ഷി പറയുക. അപ്പൊ സഹോദരങ്ങളെ, അതും ഇതിൽ വരുന്നുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കവേ പറയുന്നുണ്ട്, ഫകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു യജ്ലിദു ഷാഹിദസ്സൂർ, കള്ളസാക്ഷി പറയുന്നവനെ, അവൻ കള്ളസാക്ഷ്യമാണ് നിന്നിട്ടുള്ളത്, അവൻ കള്ളമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ 40 ജൽദ എന്നാ പറഞ്ഞത്. യജ്ലിദു 40 ജൽദ, 40 അടി ചമ്മട്ടി കൊണ്ട് അടിക്കാറുണ്ട്. തീർന്നില്ല. വയസ്ഹമു വജ്ഹഹു, അയാളുടെ മുഖത്ത് കരിയോയിലൊഴിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ കറുത്ത ചായം പുരട്ടും, അടയാളം വെക്കും മുഖത്ത്. അതുപോലെ തന്നെ തലമൊട്ടയടിക്കും, മുടിവടിക്കും. വയതൂഫു ബിഹി ഫിസ്സൂഖി, അങ്ങാടിയിലൂടെ എന്നിട്ട് പട്ടണം ചുറ്റിക്കും. അത്ര വലിയ തെറ്റാണ് അയാൾ ചെയ്തത് എന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ഒരു കാലഘട്ടത്തിലും കള്ളസാക്ഷി പറഞ്ഞ ഒരാളുടെ സാക്ഷ്യം പിന്നെ അയാൾ എന്ത് വിഷയത്തിൽ പറഞ്ഞാലും സ്വീകരിക്കപ്പെടാൻ തന്നെ പാടില്ല എന്നാണ്. അയാൾ നുണ പറഞ്ഞിട്ട് സാക്ഷി എന്ന ആളല്ലേ, ഇനി അയാളെ വിശ്വസിക്കാൻ കൊള്ളൂല. ഇനി അയാൾ വൈൻ താബ വഹസുനത്ത് ഹാലുഹു ഫഅംറുഹു ഇലല്ലാഹ്, അയാൾ പശ്ചാത്തപിച്ചു, ഏത് തെറ്റിനും അങ്ങനെയാണല്ലോ, പശ്ചാത്തപിച്ചു മടങ്ങി അയാളുടെ ജീവിതമൊക്കെ നന്നായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കാര്യം അള്ളാഹുവിങ്കലേക്ക് വിടാം, നമുക്കത്രയല്ലേ നിവൃത്തിയുള്ളൂ എന്ന് ഇത് വിശദീകരിച്ചിടത്ത് ഇമാം ഖുർത്തുബി റഹിമഹുല്ല രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർത്തുബിയിൽ. നമ്മൾ ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അവരൊരിക്കലും കള്ളസാക്ഷികളായിട്ട് രംഗത്ത് വരൂല എന്ന് രണ്ടാമത്തെ വ്യാഖ്യാനം. ഒന്നാമത്തെ വ്യാഖ്യാനമോ ആദ്യം പറഞ്ഞത് മനസ്സിലുണ്ടല്ലോ, ഒരു മോശപ്പെട്ട കാര്യത്തിനും അവർ പങ്കെടുക്കുകയില്ല. മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മൾ ആ സൂറിൽ എന്തൊക്കെ ഉൾപ്പെടും, എല്ലാം ബാത്തിലായ വാക്കും പ്രവൃത്തിയും അടങ്ങുന്ന എന്തൊക്കെയുണ്ടോ അതിലൊന്നും അവർ പങ്കെടുക്കൂല, അതിലൊന്നും അവർ പങ്കെടുക്കുകയില്ല. മാത്രമല്ല സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ,
ഒരു ബാത്തിലായ കാര്യം നടക്കുന്ന സദസ്സിൽ ബാത്തിലുകൾ കാണാൻ പോകൂല എന്ന് മാത്രമല്ല, അത്തരം വേദികളിൽ ഹാജരാകൂല എന്ന് പറഞ്ഞല്ലോ. അതിലേറ്റവും പരമപ്രധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ, അതിനെ ചോദ്യം ചെയ്യുന്ന സദസ്സുകൾ, അതിനെ റബ്ബുദ്ദേശിക്കാത്ത, അള്ളാഹിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോയി ശിർക്ക് സ്ഥാപിക്കുവാനും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ സ്ഥാപിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് അവ ദുർവ്യാഖ്യാനിക്കുന്ന സദസ്സുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ആശയം പറയുന്ന സദസ്സുകൾ, ഇസ്ലാമിലില്ലാത്ത പുതിയ പുതിയ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അത്തരക്കാരുടെ മാസികകൾ, പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ വേദികൾ, അവരുടെ വാക്കുകൾ എല്ലാം, അതൊക്കെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ സ്വീകരിക്കേണ്ടെന്ന നയം? പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 140-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചില്ലേ, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا. സൂറത്തുൻ നിസായിലെ 140-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. എന്താണ് ഇവിടെ അള്ളാഹു പറയുന്നത്? വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി, അള്ളാഹു ഇതാ അവൻ്റെ ഈ വേദഗ്രന്ഥത്തിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള നിയമം നിങ്ങൾ ഓർക്കണം. അതെന്താ റബ്ബ് അവതരിപ്പിച്ചു തന്ന നിയമം? അൻ ഇദാ സമിഅ്തും, നിങ്ങൾ കേൾക്കേണ്ടി വന്നാൽ, നിങ്ങൾ കേൾക്കുന്നതായാൽ, ആയാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളതാ, യുക്ഫറു ബിഹാ, അതിനെ നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, വയുസ്തഹ്സഉ ബിഹാ, അതിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ, ശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് അതിനെ പരിഹസിക്കുന്നവർ, അതുപോലെ തന്നെ അതിനെ നിഷേധിക്കുന്നവർ, അതിനെ കളിയാക്കുന്നവർ, അത്തരത്തിലുള്ള ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ ഫലാ തഖഉദൂ മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നു പോകരുത്, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിനെ കളിയാക്കുന്ന, അള്ളാഹുവിൻ്റെ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന, പരിഹസിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളുണ്ട്. അതുപോലെ തന്നെ ആയത്തുകൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിന് വേണ്ടി അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് തന്നെ ശിർക്കിന് തെളിവ് പറയുന്നവരുണ്ട്, തോന്നിവാസികൾക്ക് തെളിവുണ്ടാക്കുന്ന ആളുകളുണ്ട്, അശ്ലീലങ്ങൾക്കും അധർമ്മങ്ങൾക്കും കൂട്ടുനിൽക്കാൻ ഈ ആയത്ത് തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുകൾ ഓതുന്ന ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കക്ഷികൾ, നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, അതുപോലെ തന്നെ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ, പുത്തൻ വാദങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തിനും പൂർവീകരായ പ്രവാചകന്മാർക്കൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത പലതരം അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി വിശുദ്ധ വചനങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആരൊക്കെയുണ്ടോ ഫലാ തഖഉദൂ മഅഹും, അവരോടൊപ്പം നിങ്ങൾ ഇരുന്നു കൊടുക്കരുത്. ഏതുവരെ? ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, അതല്ലാത്ത മറ്റു സംസാരങ്ങളിൽ അവർ മുഴുകുന്നത് വരെ. മറ്റു സംസാരങ്ങൾ മുഴുകുകയാണെങ്കിൽ അത് കേൾക്കാം. ഈ പരിഹസിക്കുന്ന, ഈ നിലക്ക് അള്ളാഹിനെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹിൻ്റെ റസൂലിനെ ചോദ്യം ചെയ്യുന്ന, അവിടുത്തെ കളിയാക്കുന്ന പല നിലക്കുമുള്ളത് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കിന്ന് എത്രയാണ് സഹോദരങ്ങളെ. അതൊക്കെ ആളുകൾ ഇങ്ങനെ കേട്ട് രസിക്കാണ്, അല്ലെങ്കിൽ അതിങ്ങനെ കേൾക്കാൻ സമയം കാണുകയാണ്. ആലോചിച്ചു നോക്കണം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനത് പാടില്ല. കാരണം അവനതിലെ അപകടം മനസ്സിലാവില്ല. അങ്ങനെ അവിടെ ഇരുന്നു കൊടുത്താൽ ഇന്നക്കും ഇദം മിസ്ലുഹും, അത്തരത്തിലുള്ള വേദികളിൽ നിങ്ങൾ ഇരുന്നു കൊടുത്താൽ നിങ്ങൾ അവരെ പോലെ തന്നെ നിങ്ങളും ആകും. അവരെ പോലെ നിങ്ങളും ആകും എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. എന്നാണ് ഒരു തത്വം. ഒരു മഅസിയത്തിനെ തൃപ്തിപ്പെട്ടിട്ട് അവിടെ അങ്ങനെ ഇരുന്നു കൊടുക്കുക. അവനത് ചെയ്തോളണമെന്നൊന്നുമില്ല, അവനവിടെ ഉണ്ടായാൽ മതി, അവനതിനെ എതിർക്കണമെന്നില്ല. അവന് മാനസികമായിട്ട് അതിനിങ്ങനെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
ആ നിലക്ക് ബിൽ മഅസിയ, ഏതെങ്കിലും ഒരു മഅസിയത്തിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കൽ ഫാഇലി ലഹാ, അവനത് ചെയ്യുന്നവനെ പോലെ തന്നെയാണ്. ഞാൻ ചെയ്യണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനത് ചെയ്തവനെ പോലെയാണ്. അതേ തെറ്റ്, അതേ ശിക്ഷയാണ് അവർക്കുമുള്ളത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റബ്ബിനെ ധിക്കരിക്കുന്ന ഏതെങ്കിലും ഒരു മജ്ലിസിൽ ഒരാൾ ഹാജരായാൽ അവന്റെ കടമ എന്താണ്? അവൻ അതിനെ എതിർക്കണം. അങ്ങനെ ദൃഷ്ടിയിൽപ്പെട്ടാൽ, ഒരു തിന്മ ദൃഷ്ടിയിൽപ്പെട്ടാൽ അവൻ അതിനെ എതിർക്കണം. പക്ഷെ എതിർക്കാൻ എല്ലാവർക്കും കഴിയൂല. കൈകൊണ്ട് തടയാൻ നമുക്ക് കഴിയോ? സാധിക്കുമെങ്കിൽ അവരവരുടേതായ ഭരണവും അതല്ലെങ്കിൽ അവരവരുടേതായ കുടുംബത്തിലുമൊക്കെയാണെങ്കിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞാൽ കേൾക്കും, എൻ്റെ അധികാരം അവിടെ നടപ്പിലാകും എന്നുള്ള അത്തരത്തിലുള്ള ഇടങ്ങളിൽ നമുക്കതിനെ കൈകൊണ്ട് തന്നെ തടയാം, നാവ് കൊണ്ട് തടയാം. ഒന്നും സാധ്യമല്ലേ, അവിടെ വിട്ട് പോകണം എന്നാണ്. പ്രതിഷേധിച്ചുകൊണ്ട് പോവുകയാണ് വേണ്ടത്, നിസ്സഹകരിക്കുകയാണ് വേണ്ടത് എന്നാണ്. അവനാർക്കും പ്രശ്നമില്ലല്ലോ. വേറെ അവിടെ കലാപുണ്ടാക്കിയിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം ലോകത്ത് ഏത് തിന്മകൾ ചെയ്യാനും എന്ത് പറയാനും എന്ത് പ്രവർത്തിക്കുവാനും ഒക്കെ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതവർ ചെയ്യും. അതിവിടെ ആർക്കും, ലോകത്ത് എല്ലായിടങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഈ ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ആർക്കും എന്തും വിശ്വസിക്കാം, ഏതും ആചരിക്കാം, എന്തും പറയാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൻ്റെ വരും വരായികകളും അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടെന്താണെന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിനും കഴിയില്ലേ? ഓരോരുത്തരുടെ കഴിവാണ് നോക്കുന്നത്. കൈകൊണ്ട് തടയാൻ പറ്റുമോ? കൈകൊണ്ട് തടയണം. പൊതുവായ നാട്ടിൽ നടക്കുന്നൊരു കാര്യത്തെ കൈകൊണ്ട് തടയാനൊന്നും നമുക്ക് അധികാരമല്ല. അവിടെ നിയമം കയ്യിലെടുക്കാൻ പറ്റൂലല്ലോ. ഏതൊരു പ്രവൃത്തിയാവട്ടെ, അവിടെ ഒരു പൗരനും നിയമം കയ്യിലെടുക്കാൻ പറ്റൂല. ഒരു തെറ്റാണ് അവിടെ നടക്കുന്നത് എന്ന് വിചാരിച്ച ഒരാൾക്ക് അവിടെ കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റൂല. പിന്നെ കൈകൊണ്ട് തടയാന്ന് പറയുന്നത് എവിടെയാണ്? ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു തിന്മ ഞാൻ കാണുമ്പോൾ അതെനിക്ക് എൻ്റെ അധികാര വലയത്തിലുള്ളയിടത്ത് എനിക്കത് കൈകൊണ്ട് തടയാം. അതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് കൈകൊണ്ട് തടയാം, നാവ് കൊണ്ട് തടയാം, അതിനെ എതിർക്കാം. അതേവസരത്തിൽ അതൊന്നും സാധിക്കാത്ത ഇടങ്ങളിൽ പറഞ്ഞു നോക്കാം. പറയാൻ സ്വാതന്ത്ര്യമുള്ളയിടത്ത് പറഞ്ഞു നോക്കാം. അതിനും കഴിയില്ലയോ? മനസ്സുകൊണ്ട് അതിനോട് വെറുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് വേണ്ടത്. അല്ലാതെ മൗനം പാലിച്ചിട്ട് അവിടെ ഇരിക്കല്ല. അത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്ന് നമ്മൾ മാറിപ്പോവുക. നിർബന്ധിത സാഹചര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ ചില സാഹചര്യങ്ങളിൽ നിർബന്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുങ്ങി ഇപ്പോൾ പുറത്തു പോകാൻ നിവൃത്തിയില്ല. അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്, റബ്ബാണ് അത് തീരുമാനിക്കുന്നത്. എന്തുദ്ദേശത്തിലാണ്, എന്താണ് അയാളുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ, അതൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. റബ്ബ് നീതിമാനാണ്, റബ്ബെല്ലാം അറിയുന്നവനാണ്. സൃഷ്ടികൾക്കേ മറ്റൊരാളെ കുറിച്ച് അറിയാത്തതുള്ളൂ. മനുഷ്യ മനസ്സുകൾ വളരെ നന്നായി അറിഞ്ഞ് അതിനനുസരിച്ച് ഇടപെടാൻ കഴിവുള്ള ശക്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ സുഹൃത്തുക്കളെ, പൊതുവായി പറയുമ്പോൾ വല്ലദീന ലാ യശ്ഹദൂന സൂറ, ഇത്തരത്തിലുള്ള ഒരു വേദികളിലും അവർ പങ്കെടുക്കരുത്. അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നത് എന്താ? ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. കണ്ടോ, സത്യനിഷേധികളെയും കപടന്മാരെയും അള്ളാഹു നരകത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. കാരണം ഈ പ്രവൃത്തി ചെയ്യുന്നവർ കപടന്മാരും സത്യനിഷേധികളുമൊക്കെ ആയിരിക്കും. അതിന് കൂട്ടുനിന്ന് കൊടുക്കാൻ പാടില്ല. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തിന്മകൾ എങ്ങനെയാണ് തിന്മയാണെന്ന് അറിയാത്തവർ കുടുങ്ങിപ്പോകും. എന്നാൽ ചില ആളുകളുടെ തിന്മകൾ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ അവരെഴുതി വിട്ടത് വായിക്കേണ്ടി വരും. അതെന്തിനാണെന്നറിയോ? അതിനെക്കുറിച്ച് നല്ല അവഗാഹവും ബോധവുമുള്ളവർ മാത്രമേ അത് വായിക്കാനും കേൾക്കാനും പാടുള്ളൂ. അതെന്തിനാ? അതിൽ പറയുന്ന ചീത്തയായ ആശയങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ബോധവൽക്കരിക്കുവാൻ ഉദ്ദേശിക്കുന്ന, അതിനെക്കുറിച്ച് കൃത്യമായ ഉൾക്കാഴ്ചയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് പഠിക്കേണ്ടി വരും, അയാളത് പാരായണം വായിക്കേണ്ടി വരും, അയാളത് കേൾക്കേണ്ടി വരും. എന്തിനാണ്? സമൂഹത്തെ ആ ഫിത്നയിൽ നിന്ന് ഉണർത്തുവാനും ഉത്ബുദ്ധരാക്കുവാനും രക്ഷപ്പെടുത്തുവാനും വേണ്ടിയാണത്. ഒരു കവിതയിൽ നമുക്കൊരു അരവരി കേൾക്കാൻ സാധിക്കും. അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലീ തവഖീഹി വമൻ ലാ യഅരിഫി ശർറ മിനൽ ഖൈരി യഖഉ ഫീഹി. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ തിന്മകളെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു. എന്തിന്?
ആ തിന്മ ഉൾക്കൊള്ളുവാൻ വേണ്ടിയല്ല, ആ തിന്മ സ്വീകരിക്കാനല്ല, മറിച്ച് ആ തിന്മയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി. കാരണം നന്മയിൽ നിന്ന് തിന്മ ഏതാണെന്ന് ഒരാൾക്ക് വേർതിരിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ ജനങ്ങൾ ആ തിന്മയിൽ ചെന്ന് ചാടും. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാം അങ്ങനെ കേട്ടുകൊടുക്കാനിരിക്കണ്ട. നിരീശ്വര ഇസ്ലാമിനെ കളിയാക്കുന്ന പല ആളുകളും അതൊന്ന് കേട്ടുനോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിഹസിച്ചിട്ട് ആ നിലക്കുള്ള പരിഹാസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുത്തെ വ്യക്തിപരമായി തേജോവധം ചെയ്യുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ആ രൂപത്തിലുള്ള മനുഷ്യ പിശാചുക്കളുണ്ട്. അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവർ, വിശുദ്ധ വചനങ്ങളെ ചോദ്യം ചെയ്യുന്നവർ, അതിലെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവർ, അങ്ങനെ ആ വകുപ്പുകളൊന്ന് വേറെ. അങ്ങനെ അതുപോലെ തന്നെ റബ്ബുദ്ദേശിക്കാത്ത അർത്ഥ തലങ്ങളിലേക്ക് വിശുദ്ധ വചനങ്ങളെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നവരുണ്ട്. ഇസ്ലാമികമായി മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത ദുഷിച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് മനുഷ്യരെ അന്ധവിശ്വാസങ്ങളിലേക്ക് തള്ളിവിടുന്നവരുണ്ട്. ആരായിരുന്നാലും വളരെ ഗുരുതരമാണ്, വളരെ ഗുരുതരമാണ്. അത്തരത്തിലുള്ള സദസ്സുകളും വേദികളും അവരുടേതായ കാര്യങ്ങളും അതൊക്കെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗൗരവം അറിയാത്ത ആളുകൾ അതിൽ വീണുപോകും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്ന സദസ്സുകളും ഇതിൽപ്പെടും. കണ്ടോ, വകദാലിക യദ്ഖുലു ഫീഹി ഹുദൂർ മജാലിസിൽ മആസി വൽ ഫുസൂഖ്. കണ്ടോ, തെമ്മാടിത്തങ്ങളും തിന്മകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വേദികൾ, നേരത്തെ പറഞ്ഞ ഗാനമേളകൾ, സിനിമകൾ, ഡാൻസുകൾ, അതുപോലെ തന്നെ കോമഡികൾ, ഇത്തരത്തിലുള്ള തോന്നിവാസപരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, മദ്യത്തിൻ്റെ കുപ്പികൾ പൊട്ടിക്കുന്ന അത്തരത്തിലുള്ള കല്യാണവേദികൾ, പല പേരുകളിട്ടുകൊണ്ടുള്ള കൂത്താട്ടങ്ങൾ, എന്തൊക്കെയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞക്കല്യാണം, മൈലാഞ്ചി കല്യാണം, അതുപോലെ തന്നെ മെഹന്തി, വേറെ ഏതൊക്കെയോ പേരുകളിൽ ഇന്ന് സമൂഹത്തിൽ ആണും പെണ്ണും ഇടകലർന്ന് അവരുടെ അംഗലാവണ്യവും ശരീരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്ക് വെളിവാക്കാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ വെളിവാക്കിക്കൊണ്ടുള്ള ആ രൂപത്തിലുള്ള നടത്തങ്ങളും കൂടിച്ചേരലുകളും ആ രൂപത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇന്ന് സമൂഹത്തിൽ. വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സകല പേക്കൂത്തുകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മഹല്ലുകൾ ഉണരണം. ബോധവൽക്കരിക്കേണ്ടുന്ന മതപണ്ഡിതന്മാർ ബോധവൽക്കരണം നടത്തിയേ പറ്റൂ. നിസ്സഹകരിക്കേണ്ടവരോട് നിസ്സഹകരിച്ചേ പറ്റൂ. ഇത്തരത്തിലുള്ള തോന്നിവാസ മേഖലകൾക്ക് വേണ്ടി സമൂഹത്തിൽ ആളുകൾ പോയി ഇരുന്നു കൊടുക്കരുത്. അവിടെ കാർമ്മികത്വം വഹിക്കുന്ന ആളുകളായി പോയി കൂടിക്കൊടുക്കരുത്. എല്ലാം ഈ വചനത്തിൽ വരും. റബ്ബിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള, അവൻ ഓരോന്നിലും നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന അത്തരത്തിലുള്ള വേദികൾ, അവിടെയൊന്നും ഒരു വിശ്വാസിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? ഇന്നക്കും ഇദം മിസ്ലുഹുന്ന്. നിങ്ങൾ അവിടെ പോയിട്ട് മൗനിയായിട്ട് പങ്കെടുത്താൽ നിങ്ങളും ആ തെറ്റ് ചെയ്യുന്ന അവരുടെ അതേപോലെ തന്നെയാകും എന്നാണ്. ഇതിപ്പോൾ സൂറത്തുൻ നിസായിലെ ആയത്തൊക്കെ ഗൗരവത്തോടെ എല്ലാവരും നോട്ട് ചെയ്യണം. സൂറത്തുൻ നിസായിലെ 140 ആയത്ത്. ഉപോത്ബലകമായ മറ്റൊരായത്ത് കൂടിയുണ്ട്. അതെന്താ? വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. അല്ലാഹു നമ്മുടെ വചനങ്ങളിൽ അനാവശ്യമായി മുഴുകിയിട്ട് അതിനെ കളിയാക്കുകയും അതിനെ പരിഹസിക്കുകയും നമ്മുടെ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ളവരെ നീ കണ്ടു കഴിഞ്ഞാൽ നീ അവരിൽ നിന്ന് വിട്ട് പിന്തിരിഞ്ഞു പോണം. നല്ല കാര്യങ്ങളിലേക്ക്, തിന്മയല്ലാത്ത കാര്യങ്ങളിൽ അവർ അതിലേക്ക് മാറിയാൽ നിനക്കും അതിൽ പങ്കെടുക്കാം. നല്ലതല്ലാത്തതിനോട് സഹകരിച്ചു കൊടുക്കരുത്. ഇനി അറിയാതെ ശൈത്താൻ നിന്നെ മറപ്പിച്ചിട്ട് നീ അവിടെ എങ്ങാനും ഇരുന്നു പോയാൽ ഓർമ്മ വന്ന ഉടനെ നീ എഴുന്നേറ്റ് പോകണം. അക്രമികളായ ജനതയുടെ കൂടെ നീ ഇരിക്കരുത്. ഓർമ്മ വന്നിട്ട് പിന്നെ അവിടെ ഉണ്ടാകാൻ പാടില്ല, ഇരിക്കരുത്. പിന്നെ ഇപ്പൊ സമൂഹത്തിൽ എന്തൊക്കെ ആരൊക്കെ ചെയ്യുന്നുവോ നമ്മളതിന് കുറ്റക്കാരാകുമോ?
നമ്മളതിനൊരിക്കലും അനുകൂലമല്ലാതെ നമ്മൾ വഴിമാറിപ്പോയിട്ടും പിന്നെയും നമുക്കതിന് കുറ്റം കിട്ടുമോ? അള്ളാഹു തുടർന്നുകൊണ്ട് സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ ആയത്തല്ലേ കേട്ടത്. ഇനി അടുത്ത ആയത്ത് 69-ൽ പറയുന്നത് എന്താണ്? വമാലല്ലദീന യത്തഖൂന മിൻ ഹിസാബിഹിം മിൻ ശൈഇ വലാകിൻ ദിക്റാ ലഅല്ലഹും യത്തഖൂൻ. വമാഅലല്ലദീന യത്തഖൂന, സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുടെ മേൽ ബാധ്യതയില്ല. മിൻ ഹിസാബിഹിം, അവരെ വിചാരണക്കെടുക്കൽ, അവരുടെ കാര്യത്തെ നോക്കലും വിചാരണക്കെടുക്കലൊന്നും മുത്തഖീങ്ങൾക്ക് കടമല്ല. അത് അള്ളാഹ് നോക്കിക്കോളും, അതിന് ഇവര് കുറ്റക്കാരാവൂല മുത്തഖീങ്ങൾ. പക്ഷേ വലാകിൻ ദിക്റാ, പക്ഷേ ഉണർത്തണം, ഉത്ബോധനം നടത്തണം, അത് കടമയാണ്. പറയാൻ കഴിയുന്നിടത്തത് പറയണം, അതിനെക്കുറിച്ച് പറയണം, ഗുണകാംക്ഷയോടുകൂടെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിച്ചെങ്കിലായില്ലേ. സൂക്ഷ്മത പാലിച്ചെങ്കിലോ, സൂക്ഷ്മത പാലിച്ചേക്കാമല്ലോ. ആ ഒരു നല്ല മനസ്ഥിതിയാണ് സഹോദരങ്ങളെ വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടത് എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിലക്കായിരിക്കണം. അവരുടെ ഈ തോന്നിവാസ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും അവർ അനാവശ്യമായ കാര്യങ്ങളിൽ അവർ പങ്കെടുക്കരുത്. അതാണ് തുടർന്നുകൊണ്ടിനി വല്ലദീന ലാ യശ്ഹദൂന സൂറ, സൂറിന് അവർ സാക്ഷിയാകൂല, കള്ളസാക്ഷികളാവൂല. അതുപോലെ തന്നെ അത്തരം വേദികളിൽ അവർ പങ്കെടുക്കൂല, ഇരുന്നു കൊടുക്കൂല, ഹാജരാകൂല, പോവുകയില്ല, സഹകരിക്കുകയില്ല. ഇനിയോ അഥവാ ഇദാ മർറൂ ബില്ലഗ്വി, ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾക്ക് സമീപത്തുകൂടെ അവര് മനഃപൂർവ്വം അതിനു വേണ്ടി പോയതല്ല, പോകുന്ന വഴിയിലൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ കടന്നു പോകുന്നിടത്ത് ഇത്തരത്തിലുള്ള മോശപ്പെട്ട ലഗ്വുകൾ, അനാവശ്യങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ മർറൂ കിറാമാ, അവർ വളരെ മാന്യന്മാരായിട്ടാണ് അതിലൂടെ കടന്നു പോവുക. എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ആ തിന്മ നോക്കി നിൽക്കാനോ, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അതിങ്ങനെ കുറച്ച് കണ്ട് ആനന്ദിച്ച് രസിച്ച് നിൽക്കാനോ, അതിൽ പങ്കെടുക്കുവാനോ, അങ്ങോട്ട് ശ്രദ്ധിക്കുവാനോ ഒന്നും അവർ തയ്യാറാവാതെ അവരവരുടെ വഴിക്ക് കിറാമൻ, മാന്യന്മാരായി അവരുടെ വിശ്വാസത്തിലും അവരുടെ സംസ്കാരത്തിലും അവരുടെ സ്വഭാവത്തിലും ഒരു നിലക്കും ഒരു കറയും പുരളാതെ ഒരു അഴുക്കും തട്ടാതെ അവരവരെ നോക്കിയിട്ട് അവരവരുടെ വഴിക്കാണ് പോകുന്നത്. അതാണ് വിശ്വാസി ചെയ്യേണ്ടത്. അപ്പൊ അനാവശ്യമായതും ധാർമ്മിക നിലവാരം താഴ്ത്തിക്കളയുന്നതും ന്യായവിരുദ്ധവുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനോടെല്ലാം അവർ അകലം പാലിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കലാവിനോദം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന സർവ്വതോന്നിവാസങ്ങളും, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഉത്സവാദി കോലാഹലങ്ങളും, അതുപോലെ ഏതെല്ലാം ചടങ്ങുകളും മാമൂലുകളും എന്തൊക്കെ നമ്മുടെ നാട്ടിലും എവിടെയൊക്കെയുണ്ടോ അതെല്ലാം തന്നെ വർജിക്കപ്പെടേണ്ടവയാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ അങ്ങോട്ട് പങ്കെടുക്കൂല, പോകൂല. അഥവാ ഏതെങ്കിലും നിലക്ക് ആ നിലക്കതിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ അതിൽ നിന്നൊരഴുക്കും അവരിൽ ശരീരത്തിൽ പുരളാതെ അവർ കൃത്യമായിട്ട് മാന്യത പുലർത്തിയിട്ട് അവരതിലൂടെ കടന്നുപോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇതേ കാര്യം മറ്റൊരു നിലക്ക് പറയുന്നുണ്ട്. വഇദാ സമിഉൽ ലഗ്വ അഅറദൂ അൻഹു വഖാലൂ ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. അവർ വല്ല അനാവശ്യങ്ങളും കേൾക്കാനിടവന്നാൽ അവരത് കേട്ട് രസിച്ച് നിന്നുകൊടുക്കൂല. അഅറദൂ അൻഹു, അവരവിടം വിട്ട് തിരിഞ്ഞുകളയും. എന്നിട്ടോ അവിടെ നടക്കുന്നത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒരു രാജ്യത്ത് ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്, നമുക്ക് പറ്റാത്തത് എന്ന് വിചാരിച്ച് അവിടെ കയറി അറ്റാക്ക് ചെയ്യാനോ ആക്രമിക്കാനോ കുഴപ്പമുണ്ടാക്കാനോ കലാപമുണ്ടാക്കാനോ ഒന്നും നമുക്ക് അധികാരമില്ലല്ലോ. ഈ ലോകത്ത് ആർക്കും എന്തിനും സ്വാതന്ത്ര്യമുള്ള ലോകമല്ലേ. അപ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യും? അവരതിൽ പങ്കെടുക്കൂല, അവരാണ് മാറിപ്പോകും. എന്നിട്ട് വഖാലു, അവർ പറയും ലനാ അഅ്മാലുനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവൃത്തികൾ, വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് നല്ലത് വരട്ടെ. റബ്ബ് നല്ല രൂപത്തിലുള്ള ചിന്തയും നല്ല വഴിക്കുള്ള ഒരു മാർഗദർശനമൊക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ. ആ നിലക്ക് ലാ നബ്തഗിൽ ജാഹിലീൻ, അവിവേകികളുടെ കൂടെ അവിവേകികളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞു മാന്യമായിട്ട് അവരുടെ വഴിക്ക് പോകും എന്നാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. നാം ചിന്തിക്കണം, നമ്മുടെ ഇന്നിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും
ആലോചിക്കണം ഈ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ. അതുകൊണ്ട് വളരെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ഈ കാര്യത്തെ ഓർമ്മിക്കുക നന്നായി. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. ഇതാണ് നമ്മൾ ഇന്ന് വിശദീകരിച്ചത്. കാര്യങ്ങൾ വളരെ കൃത്യമായി നാം ഉൾക്കൊള്ളുക. ഇനിയും തുടർന്നുകൊണ്ടുള്ള സ്വഭാവ വിശേഷണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കണം. റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ്, നാഫിആയ അറിവ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പഠിച്ച അറിവനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചു പോയിട്ടുള്ള നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അവിവേകം കൊണ്ടൊക്കെ വന്നു പോയിട്ടുള്ള എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിലും എല്ലാം പൊറുക്കുന്ന നാഥൻ അവൻ്റെ പ്രത്യേക കാരുണ്യത്താൽ നമുക്കെല്ലാം പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ട സജ്ജനങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും ജന്നത്തും നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.